രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാമൻ ചിത്രകൂടത്തിൽ വസിക്കുമ്പോഴേക്കും രാമനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് രാജകുമാരനായിരിക്കുന്ന ഭരതൻ രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ അഭിഷേകം നടത്തി, സൂര്യവംശജരുടെ രാജാവായിട്ട് ചക്രവർത്തിയായിട്ട് അഭിഷേകം നടത്തി കൊണ്ടുപോകാൻ രാമൻ ഭരതനെ മടക്കി അയക്കും. അങ്ങനെ മടക്കി അയക്കാൻ രാമൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. അതൊക്കെ നമ്മളവിടെ കാണും. അവിടെ രാമൻ ഭരതനോട് പറയുന്നൊരു വാക്യമുണ്ട്. ആ വാക്യത്തിനകത്താണ് നമ്മൾ ദശരഥന്റെ ഉള്ളിലുള്ള വേറൊരു കാരണത്തെയും അറിയുന്നത്. പക്ഷെ ആ കാരണത്തോട് ദശരഥന് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ ആ കാരണം ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിന് നാളിതുവരെ വിപരീതമായി നിന്നിട്ടില്ല. അതുകൊണ്ട് ഇനി വിപരീതമായി തീരുകയുമില്ല. ദശരഥന് ഉറപ്പുണ്ട്. എങ്കിലും അങ്ങനെ ഒരു സംഗതിയുണ്ട്, അങ്ങനെ ഒരു സത്യമുണ്ട്. രാമൻ ഭരതനോട് പറഞ്ഞു, കുഞ്ഞെ, ഈ രാജ്യം നിനക്കുള്ളതാണ്. രാമൻ ഭരതനോട് പറയും, നമ്മളവിടെ കേൾക്കും. പുരാഭ്രാത പിതാനസ്സമാതരം തേ സമുദ്വഹൻ. അല്ലയോ ഭ്രാതാവേ, അല്ലയോ സഹോദര, പണ്ട് നമ്മുടെ പിതാവ് നിന്റെ അമ്മയെ കൈകേയിയെ വിവാഹം കഴിക്കുന്ന അവസരത്തില് മാതാമഹേ സമാശ്രൗഷീത് രാജ്യശുൽക്കമനുതമം. നിന്റെ മാതാമഹനോട്, നിന്റെ അമ്മയുടെ അച്ഛനോട്, കേകയനോട് ഏറ്റവും മഹനീയമായിരിക്കുന്ന രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണം നടക്കുന്ന അവസരത്തില് വധുവിന്റെ ബന്ധുക്കൾക്ക് അവകാശപ്പെട്ടതാണ് ശുൽക്കം. ശുൽക്കം എന്തു വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. അവരെന്താണോ ചോദിക്കുന്നത് അത് വരൻ അല്ലെങ്കിൽ വരന്റെ രക്ഷിതാക്കൾ ആ വധുവിന്റെ രക്ഷിതാവിന് നൽകണം. അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രകാരത്തിലുള്ള ശുൽക്കമാണ് ചോദിക്കുക. സീത വീരശുൽക്കയായിരുന്നു, നമ്മൾ കണ്ടു. സീതാസ്വയംവര ഘട്ടത്തിൽ നമ്മൾ കണ്ടു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പരീക്ഷ വെച്ചു, ത്രയംബകം, ജനക മഹാരാജാവ്, അതും നമ്മൾ കണ്ടു. കേകയൻ ആ വിവാഹം നടക്കുമ്പോൾ, കൈകയും ദശരഥനും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോൾ രാജ്യശുൽക്കം ചോദിച്ചു. കൈകയുടെ മകന് രാജ്യം കൊടുക്കണം, അതാണ് രാജ്യശുൽക്കം. ദശരഥനെ സംബന്ധിച്ചിടത്തോളം രാജ്യശുൽക്കം പ്രതിജ്ഞ ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ല. തനിക്ക് 2 പത്നിമാരുണ്ട്. കൈകേയി വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ, വർഷങ്ങൾ മുമ്പേ വിവാഹം കഴിച്ചവർ, കൗസല്യയും സുമിത്രയും. ഇത്രയും കാലമായിട്ടും അവരിൽ സന്താനങ്ങളില്ല. വേറൊരു സന്താനം ദശരഥൻ അപ്പോൾ ഉണ്ടായിരുന്നു എങ്കിൽ രാജ്യശുൽക്കം പറയാൻ പറ്റൂല. പക്ഷെ തനിക്ക് സന്താനങ്ങളില്ല. ഇനിയിപ്പോ സന്താനങ്ങൾ കൗസല്യയിൽ നിന്നോ സുമിത്രയിൽ നിന്നോ ലഭിക്കും എന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കുകയും വയ്യ. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണ് ദശരഥൻ. അപ്പൊ പിന്നെ രാജ്യശുൽക്കം കേകയൻ ചോദിച്ചാലോ? തനിക്ക് പ്രതിജ്ഞ ചെയ്യാം, രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്യാം. വാഗ്ദാനം ചെയ്തു. അങ്ങനെ നിന്റെ അപ്പൂപ്പനോട് ദശരഥൻ രാജ്യശുൽക്കം പറഞ്ഞിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യം നിനക്കുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോ കൈകേയി അമ്മ ഇങ്ങനെ വരം ചോദിച്ചുവെങ്കിൽ അതിൽ കൈകേയി അമ്മയെ കുറ്റം പറയാൻ പറ്റൂല. കൈകേയി അമ്മയ്ക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് കൈകേയി അമ്മ ചോദിച്ചത്. നീ അതുകൊണ്ട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോവുക, രാജാവായിട്ട് അഭിഷിക്തനാവുക. രാമൻ പറയും, നമ്മൾ കേൾക്കും. ഇനി ഇതിൽ ചില കാര്യങ്ങളുണ്ട്. കൈകേയിക്ക് ഈ രാജ്യശുൽക്ക പ്രതിജ്ഞ അറിഞ്ഞുകൂടായിരുന്നു.
കൈകേയിയോട് കേകയൻ ഇത് പറഞ്ഞിട്ടില്ല. അതാണ് കേകയൻ ചടങ്ങ് അനുസരിച്ച് രാജ്യശുൽക്കം ചോദിച്ചു. ദശരഥൻ തടസ്സമൊന്നും തനിക്ക് അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് രാജ്യശുൽക്കം പറയുകയും ചെയ്തു. കേകയൻ ഇത് ആരോടും പറഞ്ഞില്ല. ദശരഥനും കേകയനും മാത്രം അറിയുന്ന ഒരു രഹസ്യം. ആരോടും ദശരഥൻ എന്ത് പറഞ്ഞിട്ടില്ല, ആരോടും കേകയനും പറഞ്ഞിട്ടില്ല. കേകയന് വേണമെങ്കിൽ ആ രാജ്യശുൽക്കത്തിൽ കേകയന് മോഹമുണ്ടായിരുന്നെങ്കിൽ വിവാഹം കഴിഞ്ഞ കൈകേയി ദശരഥനോടൊപ്പം അയോധ്യയിലേക്ക് വരുമ്പോൾ വളരെയേറെ ധാത്രിമാരെയും വളരെയേറെ തോഴിമാരെയും വളരെയേറെ സമ്പത്തിനെയും ഒക്കെ കേകയൻ ഇങ്ങോട്ട് കൈകേയിയോടൊപ്പം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ സമയത്ത് കേകയന് കൈകേയിയോട് പറയാമായിരുന്നു, ഞാൻ രാജ്യശുൽക്കം ചോദിച്ചിരുന്നു, ആ രാജ്യശുൽക്കം തരാമെന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാലം ചെല്ലുമ്പോഴേക്കും ദശരഥന് ശേഷം ആര് കിരീടം വെക്കണം എന്നുള്ള ഒരു ഘട്ടം വരണം. ആ അവസരത്തില് രാജ്യം നിനക്കുള്ളതാണ്, നിന്റെ മകനുള്ളതാണ്, നീ ഇത് ഓർമ്മ വെച്ചു കൊള്ളണം എന്ന് പറയണമായിരുന്നു. പറഞ്ഞിട്ടില്ല. കൈകേയിയോടെ പറഞ്ഞില്ല. പറഞ്ഞിരുന്നു എങ്കിൽ 2 വരം ദശരഥൻ കൈകേയിക്ക് കൊടുക്കാമെന്ന് ദേവലോകത്ത് വെച്ച് യുദ്ധത്തിൽ ജയിച്ച അവസരത്തില് അതിന് യുദ്ധം ജയിക്കാൻ കൈകേയി ചെയ്ത സഹായം, തന്റെ ആ തേര് തകരാതെ കൈകേയി ചെയ്ത സഹായം, ആ വീരത, കൈകേയിയുടെ വീരത, കൈകേയിയുടെ സമർപ്പണം കണ്ടിട്ട് 2 വരം ചോദിച്ചുകൊള്ളൂ, തരാം എന്ന് ദശരഥൻ പറഞ്ഞത്. കൈകേയിക്ക് ഇപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനോട് അങ്ങ് രാജ്യശുൽക്കം പറഞ്ഞിരുന്നല്ലോ, രാജ്യം ഭരതന് അവകാശപ്പെട്ടതാണ്, ഞാനിതാ ചോദിക്കുന്നു, തന്നിരിക്കണം. ദശരഥൻ കൊടുത്തേ പറ്റൂ. കൈകേയിക്ക് രാജ്യശുൽക്കം ചോദിക്കാൻ രാജ്യശുൽക്കത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 വരങ്ങൾ ചോദിക്കേണ്ടി വന്നത്. ഒന്ന് ഭരതനെ വാഴിക്കണമെന്നും മറ്റേത് രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും. അതും മന്ധരയാണ് ഓർമ്മിപ്പിച്ചത്. രാമന്റെ യുവരാജ്യാഭിഷേകം മുടക്കാനായിട്ട് മാർഗമുണ്ട്. നിനക്ക് വേണ്ട രാജാവ് 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞല്ലോ, നീ ചോദിക്കണം ഇന്ന്, അത് ഈ പ്രകാരത്തിൽ ചോദിക്കണം എന്ന് മന്ധരയാ പറഞ്ഞു കൊടുത്തേ. അപ്പോഴാണ് കൈകേയിയുടെ മനസ്സിൽ ഇത് വരുന്നത്. ഇത് മന്ധരയ്ക്ക് കൈകേയിയുടെ മനസ്സില് അടിച്ചേൽപ്പിക്കാൻ, കൈകേയിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ, കൈകേയിയെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കാൻ ഏറെ ജോലി ചെയ്യേണ്ടി വന്നു. കാരണം രാമന്റെ യുവരാജ്യാഭിഷേകം അറിഞ്ഞ അവസരത്തില് കൈകേയി വളരെയേറെ സന്തോഷിക്കുകയായിരുന്നു. രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് കാണാനാണ് ഇത്രയും വർഷങ്ങളിൽ കൈകേയി ആഗ്രഹിച്ചത്. അവസാനം കൈകേയി അറിഞ്ഞു നാളെ രാമന് യുവരാജ്യാഭിഷേകമാണ് എന്ന്. മന്ധര പറഞ്ഞിട്ട് തന്നെ അറിഞ്ഞേ. മന്ധര കോപിച്ചിട്ടാ പറയണേ, നീ മൂഢേ, അല്ലയോ കൈകേയി, നീ മൂഢയാണ്, നീ അല്ലയോ മൂഢേ, നീ ഇങ്ങനെ വെറുതെ ഉറങ്ങി സമയം കളയുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് കൈകേയിയോട് മന്ധര ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോ കാരണം എന്തിനാ, കാരണം എന്ത് എന്ന് കൈകേയി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കാൻ. അപ്പോഴാണ് മന്ധര പറയുന്നത് ഇങ്ങനെ നാളെ രാമന് രാജ്യാഭിഷേകം എന്ന്. കൈകേയി സന്തോഷിച്ചു. മന്ധരയ്ക്ക് സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. മന്ധര അതെല്ലാം ദൂരെ കളഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് കൈകേയിക്ക് രാമനെ യുവരാജാവായി കാണുക എന്നുള്ളത്. ഇതാണ് ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും പരസ്പരമുള്ളതായ സ്നേഹവും വിശ്വാസവും ധർമ്മത്തിലെ ഉറപ്പും. പക്ഷേ നിയതി അത് വേറൊരു കാര്യമാണല്ലോ. അത് പ്രവർത്തിച്ചല്ലേ പറ്റൂ. അത് പ്രവർത്തിച്ചു, അതിനെ തടയാൻ ആർക്കും ആവില്ല. അങ്ങനെ കൈകേയി അറിഞ്ഞിട്ടില്ല ഈ രാജ്യശുൽക്ക പ്രതിജ്ഞ. എന്തുകൊണ്ട് അറിഞ്ഞില്ല? കേകയൻ പറഞ്ഞില്ല. എന്തുകൊണ്ട് കേകയൻ പറഞ്ഞില്ല? കേകയന് ഇതില് താല്പര്യം യാതൊന്നുമില്ലായിരുന്നു. നാട്ടു നടപ്പനുസരിച്ച് അദ്ദേഹം ചോദിച്ചു, അതേവനും ദശരഥൻ പ്രതിജ്ഞ ചെയ്തു. സാധാരണ ശുൽക്കം ചോദിക്കുമ്പോഴേക്കും അത് സഭയിൽ വെച്ച് എല്ലാവരുടെ മുമ്പിലും വെച്ചാണ് ചോദിക്കുക. സീതാ സ്വയംവരത്തില് വീരശുൽക്കയാണ് സീത എന്ന് പ്രഖ്യാപിച്ചത് സഭയിലാണ്. രാജാക്കന്മാർ വന്ന ആ പരീക്ഷ
ജയിക്കാനായിട്ട് പരീക്ഷിക്കുകയായിരുന്നു. അതിലെല്ലാം അവർ പരാജയപ്പെട്ടു. അങ്ങനെ ശുൽക്കം ചോദിക്കുന്നതും ശുൽക്കം പ്രതിജ്ഞ ചെയ്യുന്നതും പരസ്യമായിട്ടാണ്. ഇത് പരസ്യമായിട്ടേ ആയിരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യം. എന്തുകൊണ്ട് പരസ്യമായിട്ട് കേകയൻ ശുൽക്കം ചോദിച്ചില്ല? കേകയൻ അതിൽ താല്പര്യമില്ല. പക്ഷേ ഇങ്ങനൊരു ചടങ്ങുണ്ട്, കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊരു ചടങ്ങുണ്ട്, ശുൽക്കം ചോദിക്കുക എന്നുള്ളത്. ആ ചടങ്ങ് അദ്ദേഹം നിർവഹിച്ചു. അതുകൊണ്ടാണ് ദശരഥനും കേകയനും മാത്രം അറിയുന്ന കാര്യം. കൈകേയിയുടെ സഹോദരൻ യുധാജിത്തിന് പോലും അറിഞ്ഞുകൂടാ. യുധാജിത്ത് അയോധ്യയിലേക്ക് വന്നതും അതേപോലെ മിഥിലയിലേക്ക് ചെന്നതും ആ കല്യാണത്തിൽ പങ്കെടുത്തതൊക്കെ നമ്മൾ കണ്ടു. യുധാജിത്തിന് പോലും അറിഞ്ഞുകൂടാ. എങ്കിൽ യുധാജിത്ത് പറയുമായിരുന്നു. യുധാജിത്തിന് പോലും അറിഞ്ഞുകൂടാ. ഈ ഭരതകുമാരൻ കേകയത്തേക്ക് പോയത് തന്റെ മകളുടെ മകനെ കാണണമെന്ന് കേകയന് അതിയായ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്. അതിനുവേണ്ടി തന്റെ പുത്രനായ കൈകേയിയുടെ അനിയനായ യുധാജിത്തിനെ ഭരതനെ കൂട്ടിക്കൊണ്ടുവരാൻ അയോധ്യയിലേക്ക് അയച്ചു. യുധാജിത്ത് അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും വിവാഹ മംഗളത്തിൽ പങ്കെടുക്കാനായിട്ട് അങ്ങ് മിഥിലയിലേക്ക് പോയിരിക്കുകയാണ്. യുധാജിത്ത് അവിടെ വന്നു. തിരിച്ച് അവരോടൊപ്പം കല്യാണത്തിന് ശേഷം അയോധ്യയിൽ വന്നു. എന്നിട്ടാണ് ദശരഥന്റെ അനുവാദത്തോടു കൂടിയിട്ട് ഭരതനെയും കൊണ്ട് അവിടെ പോകുന്നത്. ഭരത ശത്രുഘ്നന്മാരും മാണ്ഡവിയും ശ്രുതകീർത്തിയും അവിടെ അങ്ങേയറ്റം ലാളനങ്ങൾ പിതാവിൽ നിന്നിട്ടും അപ്പുപ്പനിൽ നിന്നിട്ടും അമ്മാവിൽ നിന്നിട്ടും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ കഴിയാണ്. വർഷങ്ങൾ കഴിഞ്ഞു. കേകയന് ആ രാജ്യശുൽക്ക പ്രതിജ്ഞയിൽ അല്പമെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഭരതനോട് അപ്പോൾ പറയുമായിരുന്നു. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പറയുമായിരുന്നു. ഒരു ദുർബല നിമിഷത്തിലെങ്കിലും പറയുമായിരുന്നു, കൊച്ചുമകനെ, കുഞ്ഞെ, ഞാൻ രാജ്യശുൽക്കം ദശരഥനോട് ചോദിച്ചിട്ടുണ്ട്, കിരീടം നിനക്കുള്ളതാണ് എന്ന്. കേകയൻ പറഞ്ഞില്ല. ഭരതനും ഇതറിഞ്ഞിട്ടില്ല. നോക്കിക്കോണം. ആ കേകയനും അതേപോലെ തന്നെ ഭരതനും കൈകേയിയും എല്ലാം എത്ര കണ്ട് ശുദ്ധമായ മനസ്സോട് കൂടിയവരാണ് എന്ന്.